VD സതീശനെ പോലുള്ള ഒരു നേതാവിന്റെ പ്രത്യേകത അദ്ദേഹം ഗ്രാസ് റൂട്ടിലുള്ള പൾസ് അറിയുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് പുലരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് മലബാറില് മലപ്പുറം ജില്ലയിൽ 16-ൽ 16 നമ്മൾ തൂക്കും, ഉറപ്പാണ്. ജനഹിതം, അതായത് ഇത്രയും ജനങ്ങളെന്തോ വാശിപ്പുറത്തെന്തോ ചെയ്യുന്ന പോലെയാണ് ജനങ്ങളൊക്കെ ഒഴുകിയെത്തി വോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കാണുന്നു. അല്ല, നമുക്ക് എപ്പോഴും UDF എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമുക്ക് പെർസെൻറ്റേജ് ഉയരുന്നതിനനുസരിച്ച് എന്നും എല്ലാ കാലത്തും കേരളത്തിൽ UDFനാണ് ഗുണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആകെ തന്നെ UDFന്റെ ഒരു തരംഗം ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും UDF ഇത്തവണ അധികാരത്തിലേക്ക് വരിക. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മികച്ച ഒരു നമ്പറുമായിട്ടായിരിക്കും ഇത്തവണ UDF അധികാരത്തിൽ വരിക. അതിലെന്തായാലും ഏറ്റവും തിളക്കമുള്ള ഒരു മണ്ഡലമായി പെരിന്തൽമണ്ണ നിൽക്കും. 80% മീതെ വോട്ട് ഷെയർ നമുക്ക് പോളിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം പെരിന്തൽമണ്ണ UDFന് തന്നെ ആയിരിക്കും ഉണ്ടാവും. കേരളത്തിലെ വോട്ടെടുപ്പ് ദിവസം ഇന്ന് കെ സുധാകരന്റെ മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇറക്കുന്നത് ചിലപ്പോ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ മാതിരി വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. അല്ല, ഞാൻ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ ശ്രദ്ധ 100% ഇന്നത്തെ പോളിംഗിലാണ്. ബാക്കിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, UDF ഒന്നാമത്തത് ഈ തെരഞ്ഞെടുപ്പിൽ അനിതര സാധാരണമായ കെട്ടുറപ്പോടെയാണ് നിൽക്കുന്നത്. അപ്പൊ പെരിന്തൽമണ്ണ മാത്രമല്ല, പെരിന്തൽമണ്ണയിൽ അത് വളരെ സവിശേഷതയോടെ നമ്മൾ പറയാൻ പറ്റും. ഞങ്ങളൊരു ടീം UDF എന്നുള്ള ആശയം കൃത്യമായിട്ട് നമ്മളെ കൗൺസിലർമാർ നിൽക്കുന്നുണ്ട്, നമ്മളെ ലീഡേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ടീം UDF എന്ന് പറയുന്ന ഒരു സംഗതി വളരെ കൃത്യമായി അതിന്റെ എല്ലാ കെമിസ്ട്രിയും ശരിയാക്കിയത് കൊണ്ടാണ് മുനിസിപ്പാലിറ്റി നമുക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ഭരിക്കാൻ കഴിഞ്ഞത്. ഇനി ഒരു കാര്യം ഉറപ്പാണ്, UDF അധികാരത്തിലും കൂടെ വരുമ്പോൾ പെരിന്തൽമണ്ണയുടെ സുവർണകാലം പിറക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസം കൂടി കാര്യം പറഞ്ഞു, ജനഹിതം നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം കൂടി VD സതീശൻ ഒരു കാര്യം പറഞ്ഞു. 100ന്റെ മുകളിൽ ഉറപ്പായിട്ടും ജയിച്ച് UDF അധികാരത്തിലെത്തുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെ പറയണമെങ്കിൽ അല്ല, VD സതീശനെ പോലുള്ള ഒരു നേതാവിന്റെ പ്രത്യേകത അദ്ദേഹം ഗ്രാസ് റൂട്ടിലുള്ള പൾസ് അറിയുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് പുലരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF നല്ല തമ്പിങ് മെജോറിറ്റിയോടുകൂടി, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത ഭൂരിപക്ഷമായിരിക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് മലബാറില് മലപ്പുറം ജില്ലയിൽ 16-ൽ 16 നമ്മൾ തൂക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ UDFന് ആകെ ഒരൊറ്റ സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയത് 8 സീറ്റിലേക്ക് മാറാണ്. കണ്ണൂരിൽ വലിയൊരു ഫ്രാക്ഷൻ CPM നിന്ന് അടർന്നു പോയിട്ട് വലിയ തോതിൽ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ. അപ്പോൾ കേരളം ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള അതിന്റെ നടത്തിപ്പുകാരോടുള്ള വിദ്വേഷം എല്ലായിടത്തും അതാണ്. അവര് ഓരോ സ്ഥലത്തെയും പ്രശ്നം അവരുടെ നടത്തിപ്പുകാരെ ജനം വെറുക്കുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടത്തിപ്പുകാരെ ജനം വെറുക്കുന്നു. അതിലെ ഏറ്റവും പ്രധാന നടത്തിപ്പുകാരൻ പിണറായി വിജയനാണ്. അപ്പൊ ആ പിണറായിക്കെതിരായിട്ട്, പ്രത്യേകിച്ച് പിണറായിന്റെ ബോർഡ് ഈ കേരളം ആകെ നിറഞ്ഞപ്പോ ഞങ്ങൾക്ക് 100-ൽ മേലെ സീറ്റ് ഉറപ്പായി. അത് അങ്ങനെ ഒരു കാര്യം MLA അതിലെടുത്ത് പറയുന്നത്, അതായത് കേരളം മൊത്തത്തില് UDFന് അനുകൂലമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ വലിയ പ്രതീക്ഷ എന്നല്ല, 100ന്റെ മുകളിൽ അല്ല, പക്ഷെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ വരുമെന്നാണ് MLA പറയുന്നത്. പെരിന്തൽമണ്ണയില് പ്രതീക്ഷിക്കാത്തതിനപ്പുറം ഒരു വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം നജീബ് കാന്തോട് ജയിക്കുന്നു കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഫലം വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. എന്താണ് ഈ പറയുന്നത്? പതിവ് പോലെ ഇന്നും പോയി സാറിന്റെ ശബ്ദം. സാറ് ആശുപത്രി വരെ തൊണ്ട ഒന്ന് ശരിയാക്കിട്ട് പോ, എന്നിട്ട് പോരെ തൊണ്ടി മുതൽ. ശബ്ദം തിരിച്ചു പിടിക്കാം, ഒപ്പം ആത്മവിശ്വാസവും. അസന്റ് ENT ഹോസ്പിറ്റൽ.